ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. യെസ് ടെൽ മീ അസ്മി. മീനാക്ഷി അങ്ങനെയാണെങ്കിൽ ഒരു ദളിതിനെ കല്യാണം കഴിക്കുമോ? ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം എന്ന് അറിഞ്ഞൂടാ, ബോധമില്ലാത്ത സ്ത്രീ എന്നുള്ളൊരു ചോദ്യങ്ങളും അതിനകത്ത് കണ്ടിരുന്നു. മീനാക്ഷി അതിനോട് എങ്ങനെയാ കാണുന്നത്? എന്താ എന്റെ ഉദ്ദേശം? അതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. എനിക്ക് വൃത്തിയായിട്ടൊന്ന് ചിരിക്കാം എന്നല്ലാതെ അതിന് ഞാൻ എന്തുത്തരമാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? കാരണം ഞാനൊരു കല്യാണം കഴിക്കുമ്പോഴോ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോഴോ അയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിജയം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, അങ്ങനെ ആവണം ഓരോ വ്യക്തിയും. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവരുടെ സ്വഭാവത്തിനപ്പുറം അവരുടെ ജാതിയോ മതമോ എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി എന്നുള്ളതാണ് എൻ്റെ മറുപടി. അല്ല, അത് നല്ല മറുപടിയാണ്. ഞാൻ അതിങ്ങനെ ചോദിക്കണോ വേണ്ടത് ഞാൻ 2-3 വട്ടം ആലോചിച്ചു. നിങ്ങളെ ഒലക്കേൽ ഒരു കോടാങ്കി ശാസ്ത്രം എന്തായിരിക്കാം നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുമോ? അതായത് നീ ഒന്നും പണയണ്ട. അല്ല, ഇവർ കാരണം കമന്റ്സുകൾ ഞാൻ കണ്ടിരുന്നു. ഏയ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപവാദം പറഞ്ഞു അടിച്ച് ഞാൻ മോന്ത പരത്തും. അതിനെ തുടർന്നാണ് ഞാനിത് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. നിങ്ങളൊക്കെ ഒരു കമ്പനിയാന്ന് എനിക്ക് അറിയാം. ഇവർ 2 ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? എന്താണ് ഫെമിനിസത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ എന്താണ് ഫെമിനിസം എന്നാണ്? ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എൻ്റെ പൂർണ്ണമായിട്ടുമുള്ള ഫെമിനിസം അതാണ്. ഞാൻ മുന്നേ ഇട്ട പോസ്റ്റുകളിൽ എല്ലാവരും ചോദിച്ചിരുന്ന കാര്യം, മീനാക്ഷി ഫെമിനിസ്റ്റ് ആണോ? ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. മീനാക്ഷി ഫെമിനിസ്റ്റ് ആണോ എന്നുള്ളതാണ്. അങ്ങനെ ആവർത്തിച്ചുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ FB-യിൽ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. അതൊരു സ്ഥിരം പരിപാടിയാണ്. ഒടുക്കത്തെ ശല്യം, ഭയങ്കര ആത്മാർത്ഥം. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. എന്റെ ഫെമിനിസം അത് തന്നെയാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വിചാരിച്ചവല്ല. നല്ല വിവരമുള്ള കുട്ടി. സ്ത്രീയും പുരുഷനും 2 ശാരീരികാവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ. അതാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടത്. അപ്പം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരുമാവാം, നമ്മുടെ അതേ അവസരങ്ങളുള്ള ഒരാളെ അവരുടെ അവസരങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങളോ അവസരങ്ങളോ നേടാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയും. അവളുടെ കിട്ടിയല്ലേ? അത് സ്ത്രീ ആണെങ്കിലും സ്ത്രീകളുടെ അവസരങ്ങളാണെങ്കിലും അങ്ങനെ നേടാൻ ശ്രമിക്കുന്നതെങ്കിലും അത് തെറ്റാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഫെമിനിസം. നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഫെമിനിസം ഒരിക്കലും പുരുഷന് മുന്നിൽ നിൽക്കണം എന്ന് പറയുന്നതല്ല. അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പുരുഷനെ പോലെ ആവണം എന്ന് പറയുന്നതല്ല ഫെമിനിസം. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇക്വാലിറ്റി വേണ്ട പലരും പറയുമ്പോൾ വരുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം മേ ബി നമുക്ക് പുരുഷനെ പോലെ തുല്യത വേണമെന്നുള്ളത്. എന്റെ എല്ലാ മാനവും പോയി. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. നമ്മൾ പുരുഷനെ, ആ പറച്ചിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. പുരുഷനെ പോലെ ആവുക എന്നുള്ളതല്ല തുല്യത, മറിച്ച് ഏത് ജെൻഡർ ആയാലും ഒരേ അവസരങ്ങൾ, തുല്യ അവസരങ്ങൾ എന്നുള്ളതാണ്. ഞാൻ പോയി റെസ്റ്റ് എടുത്തോട്ടെ.